വാതിലും പൂട്ടി ഇങ്ങോട്ടേക്കാണെന്നല്ലേ ചിന്തിക്കുന്നേ? വെറുതെ ഇരിക്കുമ്പോൾ തോന്നി ഒന്ന് ചുറ്റിയടിച്ചു വരാമെന്ന്. കൊണ്ടുപോകാൻ ആളുള്ളത് കൊണ്ട് പിന്നെ ചുമ്മാ കയറി ഇരുന്നാൽ പോരെ. പോകുന്നത് വേറെ എവിടത്തേക്കുമല്ല, മാട്ടൂർ ബീച്ചിലേക്കാണ്. എൻ്റെ അറിവിൽ ഈ ഒരു കൊല്ലത്തിൽ ഒരു 20-25 തവണയെങ്കിലും പോയിട്ടുണ്ടാവും. എന്തായാലേ വട്ടന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സൗന്ദര്യമെല്ലാം ഇങ്ങനെ ആസ്വദിക്കുന്നെല്ലാം ഉണ്ട് കേട്ടാ. പിന്നെ എന്താ ചെയ്യാം, അങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നിലിരിക്കുന്ന കുരിപ്പിന് എപ്പോൾ എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ പറയും മാട്ടൂർ ബീച്ച്. പിന്നെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നല്ലേ, പറ്റുന്നതൊക്കെയല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുന്നിലിരിക്കുന്ന കുരിപ്പ് ഓരോന്ന് പറയുന്നുണ്ട്, അത് പണിത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീഡിയോ ആദ്യം എടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ലാസ്റ്റ് നമ്മൾ കയറാൻ പോയെന്ന്. വൈകുന്നേരമായിരുന്നു സമയം. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. മഴയും എന്തോ ഭാഗ്യത്തിന് മഴയും ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ എത്തി. അതിനിടയ്ക്ക് വണ്ടി ഒരു സൈഡിലാക്കി വെച്ച് എന്തോ അതിനിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനിടയ്ക്ക് ഞാൻ ആദ്യം എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. പെണ്ണിനെ വിളിച്ചു. പെണ്ണെന്തോ ഒരു കൺഫ്യൂഷൻ, എന്താണെന്ന് എനിക്ക് അങ്ങോട്ടൊക്കെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം നോക്കുന്നുണ്ട് എൻ്റെ സൗന്ദര്യം. അപ്പോഴാണ് മനസ്സിലായി കമ്മലിട്ടില്ല. പിന്നെ എന്തായാലും കമ്മലിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് കൂടിയാണേ പോകുന്നത്. പക്ഷെ അവിടെ കയറിയിട്ടില്ലായിരുന്നു. എപ്പോഴും അവിടെ തന്നെയല്ലേ കയറിക്കുന്നത്. സെയിം സാധനങ്ങൾ തന്നെയല്ലേ ഇവിടെ ഉള്ളത്, മാറ്റമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഇന്ത്യൻ ബീച്ചിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ പട്ടം വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരാളെ കണ്ടത്, പെട്ടെന്ന് കണ്ടത്. എനിക്ക് എന്തോ ഒരു ഇയാളല്ല കേട്ടോ, വേറെ മാറി നിൽക്കണോ. ഇതവൻ ഇവൻ എനിക്ക് എന്തോ അറിയത്തില്ല, ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കണ്ടപ്പോഴൊരു കഷ് അടിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം അതിനെ തന്നെ നോക്കി നിന്നു, ചെയ്യുന്നതും ആക്കുന്നതും. എനിക്ക് തോന്നുന്നത് അവിടെയില്ലേ പട്ടിയായിരിക്കാം ട്രെയിനിങ് ചെയ്യുന്നതും ആക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ കുറേ നേരം അതിനെ തന്നെ നോക്കി നിന്നു. നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കെന്തോ ഞാൻ പറയാല്ലേ, എന്തെന്നാന്നല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാ വൈകുന്ന കടലിലേക്ക്. പെണ്ണ് എന്തോ കടലിൽ നിന്ന് വന്ന പെണ്ണിനെന്തോ. അതിനിടയ്ക്ക് ഞാനും പോകുന്നുണ്ട് കേട്ടാ, ഇടയ്ക്കൊന്ന് കാലൊന്ന് നനച്ചു കൊടുക്കാൻ. അതിനിടയ്ക്ക് ഞാനതാ പിന്നെയും കടലിലേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം പെണ്ണിനെല്ലാം കാണിച്ച് കുറച്ച് ഷോഫെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതവൻ നമ്മളെ കൂട്ടി വന്നത് വെള്ളത്തിലിറങ്ങാൻ വെച്ചിട്ടാണ് അയാളെ കുത്തിയിരിക്കുന്നത്. അതിനിടയ്ക്ക് പെണ്ണ് ഞാൻ പറയുന്നത് കേട്ടിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ടേ. പിന്നെ കുറേ നേരം വെള്ളത്തിൽ കളിക്കുകയാണ്. പെണ്ണിന് പിന്നെ വെള്ളം കണ്ടതിനാൽ പിന്നെ എന്താണെന്നാണ് പറയേണ്ടത്, പിടിച്ചാലും പെണ്ണ് വരത്തില്ല. കുറേ നേരം പിന്നെ അവൾ പിന്നെതാ എഴുതാൻ തുടങ്ങി, എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട്. അച്ഛൻ്റെ പേരാണല്ലേ, സോറി. ലവ് യു അച്ഛൻ്റെ പേര്. അടുത്തത് ലവ് യു അമ്മ. പിന്നെ വന്നുകൊണ്ട് എന്തൊക്കെയോ അവിടെ ഇന്ന് കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ട്. ഇരിക്കുന്നില്ല അവൻ നമ്മളെ കൂടെ വന്നവൻ. അങ്ങനെ എന്താ ചെയ്യുക, കുറേ നേരം കുഞ്ഞിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ വർത്താനവും പറഞ്ഞ് എന്തൊക്കെയോ എണ്ണോണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയെന്നവൾ. എൻ്റെ മോളായതുകൊണ്ട് പിന്നെ പറയുമല്ല, അവൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ബീച്ചിൽ പോവുക, പാർക്കിൽ പോവുക, കളിക്കുക, ഇങ്ങനെയൊക്കെയായുള്ളൂ. ഇതേതിടക്കില്ല നമ്മൾ വിളിക്കുന്നു പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് ശരിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനതാ പിന്നെ എൻ്റെ വീഡിയോ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നമ്മളെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കതാ കുറച്ച് സമയം കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ പെണ്ണ് വിചാരിക്കുന്നുണ്ടാവും ഇതെന്തൊരു ശല്യമാണ് നിൽക്കുന്നത്, സമാധാനമായിട്ടൊന്നും കളിക്കാനും വിടത്തില്ലല്ലോ, ഈ തള്ളാന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവൾ എന്താ ഉണ്ടാക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കളിക്കുന്നത്. പിന്നെ ബീച്ചിലൊക്കെ നല്ല തിരക്കാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം സമയത്തേ ഇരിക്കുന്നില്ല അവൻ. അതിനിടയ്ക്കാണ് രണ്ടാളിങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ കണ്ടത്. അപ്പം എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും കിട്ടിയൊന്നുമില്ലതല്ലേ, അതിൽ ചീത്തങ്ങനെ കിട്ടിയാലോ വിചാരിച്ചിട്ടാണ് ആഗ്രഹങ്ങളൊക്കെ എന്നങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം പിന്നെയും അവിടെ തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ രാത്രിയായി വരുന്നു, ഇരുട്ടായി വരുന്നുണ്ട്. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു പോകാന്ന് പറഞ്ഞിട്ട് പെണ്ണെങ്ങനെയാണെന്നില്ല. ലാസ്റ്റ് ഈ കുരിപ്പിനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും, എൻ്റെ ദൈവമേ, മൊത്തത്തിൽ മണ്ണും ചളിയൊക്കെ ആണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു പോയി കൈ കഴുകിയിട്ട് വേണേ എന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്താന്ന് അവിടെ പിന്നെയും പോയി കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവള്. പെണ്ണിനെ ഞാൻ അങ്ങോട്ടേക്ക് എന്തിനാ വിട്ടത് പോലും പെണ്ണ മറന്നു. പിന്നെയും നോക്കുമ്പോൾ അവൾ അവിടെ നിന്ന് കളിക്കുന്നേ.
അങ്ങനെ ഫൈനലി ഇറങ്ങി ദേ പോകുന്നു നമ്മുടെ കൂടെ വന്നവൻ. അങ്ങനെ രണ്ടാളും കൂടി കുറച്ച് നേരം ഇങ്ങനെ നടക്കുകയുണ്ടായേ. അങ്ങനെ പോകാന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖം ആദ്യം ഇങ്ങനെ മാറാൻ തുടങ്ങി, ഇരുട്ടായി വരുന്നു. എന്നിട്ടും പെണ്ണിന് പോകാൻ ഒരു കൂട്ടം. ലാസ്റ്റ് എന്തൊക്കെയോ ഓഫറൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊക്കെ അപ്പോഴെന്തൊക്കെയോ ഓഫർ ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതിനേക്കാളും വലിയ വലിയ ഓഫർ അവൾ ഇങ്ങോട്ടൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഓർത്തത് ആളെ കയ്യിലത്തെ കൂളിംഗ് ഗ്ലാസ് മിസ്സായി. പിന്നെയും പോയി അച്ഛനും മോളതാ വെറുതെ പോകുന്നുണ്ട്. ദൈവമേ, പിന്നെയും പെണ്ണു പോകുന്ന തിരിച്ച് വരൂലേമോ എന്തോ. അങ്ങനെ സാധനം കിട്ടി. കൊണ്ടുവരുന്നത് നമ്മളെ സാധനം തന്നെയല്ലേ? അതെ അതെ, കിട്ടിയ സാധനം പൊക്കി കാണിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വൈകുന്നേരം ഇരുട്ടായി എന്നല്ലേ, കാണുമ്പോഴത്ര ഇരുട്ടായി തോന്നുന്നില്ല അല്ലേ. അങ്ങനെ പഴയങ്ങാടി ടൗണിലൂടെ ഇങ്ങനെ വരുവേന. അപ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്പ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല, കാരണം വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം ജ്യൂസും ഇതൊക്കെ കുടിച്ചായിരുന്നു. ആ സമയത്ത് എന്തോ ഫുഡ് കണ്ടതിൻ്റെ ആവശ്യത്തിലാണെന്നൊന്നും അറിയത്തില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. മുന്നിലേക്ക് ഒരുപ്പം നാളെ എവിടെ പോകണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. നാളത്തേത് എവിടെ പോകണമെന്നൊക്കെ പിന്നെയും അവൾ പറയുന്നത് മാട്ടൂൽ ബീച്ചിലേക്ക് തന്നെ വരണമെന്നാണ്. എൻ്റെ ദൈവം, ഇത് എപ്പോഴാവുന്നത് ഈ മാട്ടൂൽ ബീച്ചിലേക്കുള്ള യാത്ര? കണ്ട് മടുത്തു സത്യം പറഞ്ഞാൽ. ഒരേ സ്ഥലം. അങ്ങനെ നമ്മളതാ പഴയങ്ങാടി അവിടെ ബ്ലോക്ക്, അത് എപ്പോഴുള്ളൊരു ബ്ലോക്ക് തന്നെയാണ്. ഈ ഒരു പ്രശ്നം എപ്പോഴാണ് തീരുക എന്തോ. എന്തായാലും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നോട് ചോദിച്ചായിരുന്നു, അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിക്കണം പുറത്തുനിന്ന്. പിന്നെ വീട്ടിലെ ബിരിയാണി വേസ്റ്റ് ആവുമല്ലോ എന്നുള്ള ഓർത്തിട്ടാണ് വേണ്ടാന്ന് വിചാരിക്കുന്നത്. എന്തായാലും പുറത്ത് പോയാൽ ഓർഡർ ചെയ്യാൻ പോകുന്നതും ബിരിയാണി തന്നെയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് മോൾ എന്തൊക്കെയോ അറിയുന്നുണ്ട്. പിന്നെ അച്ഛനും മോളായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവളെ കൊണ്ട് പറയത്തേ ഉള്ളൂ അല്ലേ, വേണം നിർബന്ധമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്ഥിരം റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ ചോദിച്ചു, അങ്ങനെ കഴിക്കാൻ കയറുന്നോന്ന്. വെറുതെ പോകുന്നത് കണ്ടപ്പോൾ ഒരു തൊര. പിന്നെ വിചാരിച്ചു നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പോയി. നമ്മൾ വണ്ടി നിർത്തിയത് വേണ്ടിയിട്ട് അച്ഛൻ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ വന്നതാണെന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ നമ്മൾ വെറുതെ പോയി കഴിച്ചായിരുന്നു. പഴംപൊരി ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു.